शॉट के लिए गए संजू संजू सैमसन कनेक्शन के साथ बड़ा रिजल्ट पाएंगे तैयार। शॉट को आप 6 भी कह सकते हैं, जले पे नमक भी कह सकते हैं। बड़े शॉट के लिए गए संजू सेंसेशनल सैमसन। അതിവേഗ ക്രിക്കറ്റിൻ്റെ വൻ വിജയമാണ് ഇന്നലെ രാത്രി നമ്മളെല്ലാം ആഹ്ലാദത്തിലാക്കിയത്. ഇന്നലെ നിദ്രാവിഹീനമായ രാവിൽ എന്ന് പറയേണ്ട ഒരവസ്ഥയായിരുന്നു. രാത്രി സന്തോഷം കൊണ്ട് ഉറങ്ങിയില്ല. കാരണം നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരൻ സഞ്ജു സാംസൺ ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റ് തന്നെ നായകൻ ആയി വരേണ്ട ഒരു വലിയ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എന്താ സഞ്ജുവിനെ ഇങ്ങനെ തടയുന്നത്. ഞാൻ പലപ്പോഴും പല പരിപാടിയിലും പറഞ്ഞിട്ടുണ്ട്, സഞ്ജു എന്താ ഇങ്ങനെ തടയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞപ്പോൾ ചെറിയ ആളുകൾ ചോദിച്ചു, അങ്ങനെ പറയേണ്ടിയിരുന്നോ? ഞാൻ പറയേണ്ടതുണ്ടല്ലോ. സഞ്ജു സാംസൺ എന്ന് പറയുന്ന കളിക്കാരനെ ഇന്ത്യയിൽ ക്രിക്കറ്റ് മേഖലയിൽ അതിൻ്റെ അധികാരികൾ പലപ്പോഴും തടഞ്ഞു എന്നുള്ളൊരു ആക്ഷേപം ശരിയായിരുന്നു എനിക്ക് തോന്നി. വിദർഭയുമായുള്ള കളിയിൽ കൃഷ്ണ സ്റ്റേഡിയത്തിൽ, നമ്മുടെ വയനാട്ടിലെ സ്റ്റേഡിയത്തിൽ, കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ, അന്ന് അവിടെ വെച്ച് ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സഞ്ജു ഭാവി നമ്മുടേതാണ്, ഭയപ്പെടേണ്ട. കളിച്ചു ഇത്രയും കാലം, ഇടയിലൊരു 10 വർഷക്കാലം സഞ്ജു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ടാക്കി. എന്നിട്ട് തിരുവനന്തപുരത്ത് കളിച്ചപ്പം സഞ്ജു എന്തു ചെയ്യുമെന്നുള്ളതായിരുന്നു എല്ലാവരെയും ചോദ്യം. സഞ്ജുവിനന്ന് തിളങ്ങാനായില്ല. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു. എന്നാൽ ഇന്നലെ ലോക ക്രിക്കറ്റിൻ്റെ, അതിവേഗ ക്രിക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് ഇന്ത്യ പൊരുതിയ പോരാട്ടം, ആ പോരാട്ടം ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയത് തന്നെ ഓപ്പണറായ സഞ്ജുവാണ്. സഞ്ജു തുടങ്ങിയ ആ കളിയിൽ സഞ്ജു ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചു. സിക്സറുകൾ എടുത്തു, ഫോറുകൾ എടുത്തു. സഞ്ജുവെ കൊടുക്കാൻ എല്ലാ പണിയും അവർ നോക്കി, പഠിച്ച പണിയെല്ലാം. പക്ഷെ സഞ്ജു വഴങ്ങിയില്ല. സഞ്ജുവിന് മനസ്സിൽ സെഞ്ചുറി അടിക്കണമെന്ന മോഹമുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കളിക്കാരും ചെയ്യുന്ന കാര്യം, എൻ്റെ സെഞ്ചുറി മതി, നമ്മൾ ജയിച്ചില്ലെങ്കിലും തിരക്കുള്ളെന്നൊരു ധാരണ പല കളിക്കാരെയും ബാധിക്കാറുണ്ട്. അത് ബാധിക്കാതെ ഒരു കളിക്കാരനേ ഉള്ളൂ, സച്ചിൻ തെണ്ടുൽക്കർ. അതുപോലാണ് സഞ്ജു തൻ്റെ കളി കൃത്യമായി കളിച്ചു. അത് ആവേശകരമായ കളിയായിരുന്നു. സഞ്ജുവിൻ്റെ ഓരോ ബോളും സഞ്ജു കൈകാര്യം ചെയ്ത് നമ്മൾ എത്രമാത്രം ഉത്കണ്ഠയോടെയാണ് നോക്കിയത്. ആ ബോളിൻ്റെ പര്യവസാനം എന്തായിരിക്കും? അത്ര മനോഹരമായ ബാറ്റിംഗ് ശൈലി സഞ്ജു ഇപ്പോൾ സാധിച്ചെടുത്തു. എങ്ങനെ നേടിയെന്ന് ചോദിച്ചാൽ സഞ്ജുവിന് പറയുന്നുണ്ട്, ഞാൻ പല കളിക്കാരുമായി എൻ്റെ മനസ്സിലുള്ള വിഷമം പങ്കുവെച്ചു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും തോന്നും, തുടക്കത്തിൽ തന്നെ സിക്സറൊക്കെ അടിച്ചാൽ പിന്നെ ഇവനെ വളരെ പെട്ടെന്ന് പിടിച്ച് ഇവനെ പുറത്താക്കില്ലേ? ഇല്ല, അതും വളരെ ശാസ്ത്രീയമായിട്ട് ഓരോ ബോളും ശാസ്ത്രീയമായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സഞ്ജു പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സഞ്ജുവിൻ്റെ ഈ ജയം നമ്മുടെ രാജ്യത്തിൻ്റെ ജയമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും കേരളീയരാകമാനം ക്രിക്കറ്റിൽ ആവേശത്തോടെ ഈ കളി കാണുമ്പോൾ അവരെല്ലാം മനസ്സിൽ സഞ്ജുവിൻ്റെ ടീം ജയിക്കണേ എന്നായിരുന്നു. കാരണം ഇന്ത്യൻ ടീം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചുരുക്കി പറയും സഞ്ജുവിൻ്റെ ടീമെന്ന്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന കളിക്കാരൻ നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ആവേശമാണ്. കേരളത്തെ ലോകത്തിന് മുമ്പിലേക്ക് വളർത്തിയെടുക്കാൻ ആ ചെറുപ്പക്കാരൻ്റെ ഈ 321 റൺസ് എന്ന് പറഞ്ഞാൽ 3 കളിയിൽ അർദ്ധ സെഞ്ചുറിയുമായി വന്ന 321 റൺസ്, ആ റൺസ് ഒരിക്കലും മായാത്ത വിജയചിഹ്നമായി മാറി. കാരണം മൂന്നാമത്തെ തവണയാണ് നമ്മൾ ജയിക്കുന്നത്. മുമ്പ് 2 തവണ നമ്മൾ ജയിച്ചിരുന്നു. അന്ന് പ്രഗത്ഭന്മാരായ ആളുകളാണ്.
ആ പ്രഗത്ഭന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രഗത്ഭൻ അതിപ്രഗത്ഭൻ വന്നിരിക്കുന്നു സഞ്ജു സാംസൺ. അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ മഹാവിജയത്തിൽ കേരളത്തിലെ സകല ജനങ്ങളും നമുക്കെല്ലാം അഭിമാനം. നമ്മുടെ ഒരു കളിക്കാരൻ, നമ്മുടെ നാട്ടിലെ കളിക്കാരൻ, തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളി തലശ്ശേരിയിൽ ആരംഭിച്ച് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നിട്ട് ആ ആരംഭത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ മെല്ലെ മെല്ലെ പോയി അവസാനമായി സഞ്ജുവിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുക. അവരെ കമൻറ്റേറ്റർമാർ സഞ്ജുവോട് ചോദിച്ചു, നിങ്ങളെ ഇതിന് ഇത്രമാത്രം ആവേശം കൊള്ളിച്ചൊരു കളിക്കാരനാരാണ്? പല പേരുകളും പറഞ്ഞു. സഞ്ജു പറഞ്ഞല്ല, എന്നെ ഇത്രമാത്രം ആവേശം കൊള്ളിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിച്ചിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാവുന്ന ഒരാളുണ്ട്, അതാണ് സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കറുടെ ആ വിനയം, രാജ്യസ്നേഹം, ആ മഹാനായ ക്രിക്കറ്റ് കളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനുഷ്യരുള്ള സ്നേഹവും കളിയോടുള്ള ആത്മാർത്ഥതയും, 99 റൺസിൽ സെഞ്ചുറി കൈവിട്ടു പോയപ്പോഴും ആകാശം നോക്കി ദൈവത്തെ ധ്യാനിച്ചു പോയ സച്ചിൻ തെണ്ടുൽക്കർ. ഞാൻ അദ്ദേഹത്തെ സാന്ദർഭികമായി പരിചയപ്പെട്ടു എറണാകുളത്ത് വെച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളീയരോടുള്ള അദ്ദേഹത്തിന് ഏറ്റവും വലിയ അടുപ്പമുള്ള ആളാണ്. ആ കേരളയോടുള്ള അടുപ്പമാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പിന്നണിയിലെ ഒരു നേതാവായിട്ട് അദ്ദേഹം വന്നത്. അങ്ങനെ സച്ചിൻ്റെ ഓർമ്മ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ സഞ്ജു സാംസൻ്റെ ആ വാക്കുകൾ പ്രധാനമായിരുന്നു. സഞ്ജു, നമ്മുടെ നാട് നിങ്ങളുടെ കൂടെയാണ്, നമ്മുടെ നാടിൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കളി നമ്മുടെ നാട് ആവേശത്തോടു കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം, നമ്മുടെ മകനെപ്പോലെ, നമ്മുടെ അനുജനെപ്പോലെ, നമ്മുടെ എല്ലാ സുഹൃത്തിനെ പോലെ നിങ്ങളെ ഞങ്ങൾ കാണുന്നു. നിങ്ങൾ ഈ കളിയുടെ വീര്യം അത് ലോകത്തിന് മുമ്പിൽ ഇനിയും കാണിക്കാൻ അവസരപ്പെട്ട് അത് ഉപയോഗപ്പെടുത്തണം എന്ന് ആണ് എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വലിയ വിജയത്തിൽ ഇന്ത്യൻ കളിക്കാർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയ ജയം ജയിച്ചിരിക്കുന്നു. ഈ ജയം നമുക്ക് അഭിമാനമാണ്, ആവേശമാണ്. ആ ജയം നിലനിർത്താൻ നമുക്ക് പൊരുതാം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.